നമസ്കാരം. നമ്മളിപ്പോൾ പ്രതിപാദിച്ചു കൊണ്ടിരിക്കുന്ന വിഷയം തമോ ഗുണത്തെക്കുറിച്ചാണ്. ഈ ലോകം തന്നെ തമോ ഗുണത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ നിങ്ങളിൽ പലർക്കെങ്കിലും ഒരു സംശയം ഉള്ളിൽ ജനിച്ചിട്ടുണ്ടാകും. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? ഇത് മനുഷ്യൻ്റെ ബേസിക് നീഡ്സിൽ ഉൾപ്പെടുന്നതല്ലേ? അതിലെന്താണ് ഇത്ര തെറ്റെന്ന് പറയാനുള്ളത്? അത് ഒരു വളർച്ചയല്ലെന്ന് എങ്ങനെ പറയാനാകും? മനുഷ്യൻ്റെ ആഹാരം, നിദ്ര, ഭയം, മൈഥുനം ഇതെല്ലാം ഒഴിവാക്കപ്പെടേണ്ടതാണോ അല്ലെങ്കിൽ നിയന്ത്രിക്കപ്പെടേണ്ടതാണോ എന്നുള്ള ഒരുപാട് സംശയങ്ങൾ നിങ്ങളിൽ ജനിച്ചിട്ടുണ്ടാകും. ഇവിടെ ജീവിക്കുന്ന അബോധ മനസ്സിൽ ജീവിക്കുന്ന വ്യക്തി ആത്യന്തികമായിട്ട് അവൻ 4 കാര്യങ്ങളിലായിരിക്കും അവൻ്റെ മനസ്സ് നിൽക്കുന്നുണ്ടാവുക. ഒന്ന് മാനസികമായി, ഒന്ന് ഈഗോ ആയിരിക്കും അവനെ ഭരിക്കുന്നുണ്ടാവുക. 2 കോംപ്ലക്സുകളായിരിക്കും അവനെ ഭരിക്കുന്നുണ്ടാവുക. ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, സുപ്പീരിയോറിറ്റി കോംപ്ലക്സ്. 4 ഗിൽറ്റിനെസ് മീൻസ് ഒരു പാപബോധം, ഒരു കുറ്റബോധം അവൻ്റെ ഉള്ളിൽ എപ്പോഴും നിലനിൽക്കും. ഈ 4 കാര്യങ്ങളെ കൊണ്ട് മനസ്സ് വികൃതമായിരിക്കുമ്പോൾ എങ്ങനെയാണ് ആ വ്യക്തി അതിൽ നിന്ന് മേൽപോട്ട് ഉയരുവാൻ സാധിക്കുന്നത്? ഇതിൽ ഗിൽറ്റിനെസ് ഉണ്ടാക്കുന്നത് അവൻ്റെ ലൈംഗിക ചോദനയെ അവൻ ചൂഷണത്തിന് അവൻ അറിയാതെ തന്നെ വിധേയമാകുമ്പോൾ അതിൽ നിന്ന് അവന് ജനിക്കുന്നതാണ് ഈ പാപബോധം. ഈ പാപബോധം ഉള്ള വ്യക്തികൾക്ക്, കുറ്റബോധം ഉള്ളിൽ ഉള്ള വ്യക്തികൾ എപ്പോഴും തല താന്നിരിക്കും. തല താഴ്ത്തി പ്രാർത്ഥിക്കാനാണ് ഒരു വിഭാഗം നമ്മളെ പഠിപ്പിക്കുന്നത് തന്നെ. ആ അബോധത്തിൽ ജീവിച്ചാൽ മതി, നീ ഒരിക്കലും ഉണരരുത്, വെളിച്ചത്തിലേക്ക് നീ ഒരിക്കലും നയിക്കപ്പെടരുത് എന്നാണ് സെമസ്റ്റിക് മതങ്ങൾ വിഭാവനം ചെയ്തിട്ടുള്ളത്. ഇതിനെയാണ് അടിമ ഉടമ സമ്പ്രദായം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആ വ്യക്തിയുടെ ഈഗോ വർക്കൗട്ട് ആവുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനാണ് അവർ ഉടമസ്ഥത വിഭാവനം ചെയ്തിരിക്കുന്നത്. എങ്ങനെയാണ് ഉടമസ്ഥത ഉണ്ടാകുന്നത്? ഒരു ഭൂമി, അതിനെ ഏകദേശം ഒരു നിശ്ചിത വിസ്തൃതിയിൽ അത് നിൻ്റെയാണ് എന്നുള്ള ഒരു എഗ്രിമെൻ്റ് ഒരു പേപ്പറിലൂടെ ഒരു വ്യക്തിക്ക് നൽകപ്പെടുകയും ആ വ്യക്തി അതെൻ്റെ മുതലാണ് എന്നുള്ള അത്രയും ചുറ്റളവുള്ള ഭൂമി എൻ്റെയാണ് എന്നുള്ള ബോധ്യം അവൻ്റെ ഉള്ളിൽ കടക്കുന്നതോടുകൂടി അവൻ ഈഗോ ഉള്ളവനായി മാറും. ഈഗോ കടന്നു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് കോംപ്ലക്സ് ആണ്. അതായത് അവനാണോ കൂടുതൽ, എനിക്കാണോ കുറവ് എന്നുള്ള താരതമ്യം തുടങ്ങും. നെക്സ്റ്റ് സ്റ്റെപ്പ്. ഇത് മൂന്നും ഇഴചേർന്ന് ആണ് നിലനിൽക്കുന്നത്. അപ്പോൾ ഉടമസ്ഥത ആരാണോ അലങ്കരിക്കുന്നത് അവൻ സ്വാഭാവികമായിട്ടും അവനേക്കാളും ഉയർന്ന കാറുള്ളതോ ഉയർന്ന സാമ്പത്തികമുള്ളതോ ഉയർന്ന കഴിവുകളുള്ളതോ ആയ വ്യക്തികളെ നോക്കിയിട്ട് അവന് ആ വ്യക്തികളോടെല്ലാം ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് തോന്നും. ഞാൻ അവനേക്കാളും ചെറുതാണ്, ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണ്, എനിക്ക് കഴിവില്ലാത്തവനാണ്, എനിക്ക് ആരോഗ്യമില്ലാത്തവനാണ്, അല്ലെങ്കിൽ എനിക്ക് ആ നിലയിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല എന്നുള്ള ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് അവൻ്റെ ഉള്ളിൽ കടക്കും. നിങ്ങൾ ഏത് വ്യക്തിനെ വേണമെങ്കിലും എടുത്തു നോക്കിക്കോ. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ബുക്കിൽ പഠിച്ചാൽ കിട്ടില്ല. ഇത് നമ്മളുടെ സാമാന്യ കോമൺ സെൻസ്, സാമാന്യ ബുദ്ധി ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് വേഗം മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. അത്രയും വലിയ ആന്തരിക സത്തയോ അതിൻ്റെ ഉള്ളിലുള്ള ഈ അർത്ഥ വ്യാഖ്യാനങ്ങൾ ഒന്നും അന്വേഷിച്ച് പോകണ്ട. സാമാന്യ തത്വം ഉപയോഗിച്ചാൽ നിങ്ങൾക്കിത് ഈസി ആയിട്ട് മനസ്സിലാക്കാം. ഏതൊരു വ്യക്തിക്കും, ഒരു സ്കൂളിൽ പോകാത്ത വ്യക്തികൾക്ക് പോലും ഈ കാര്യം മനസ്സിലാവും. ഒന്ന് ചിന്തിക്കണം, സാമാന്യ ബുദ്ധി വേണം. മറിച്ച് ഒരു വ്യക്തിക്ക് അല്പം അധികം പണമുണ്ടാവുകയും അല്ലെങ്കിൽ പുതിയ കാറുകൾ മേടിക്കുകയും വലിയൊരു വീട് പണിയുകയും അല്ലെങ്കിൽ വലിയൊരു നിലയിൽ എത്തുകയും ചെയ്യുമ്പോൾ അവൻ സ്വയം അവൻ്റെ ഉള്ളിൽ ഒരു സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് കിടക്കും. ഞാൻ അവരെക്കാളൊക്കെ വലിയ ആളാണ്, ഞാൻ ഇത്തിരി വലിയ ആളാണ്, എനിക്ക് നല്ല എല്ലാം തികഞ്ഞു എന്നുള്ള ഒരു ഭാവം അവൻ്റെ ഉള്ളിൽ കിടക്കും. ഇത് രണ്ടും അവനെ അബോധത്തിൽ നയിക്കപ്പെടുവാൻ മാത്രമാണ് ഉപകരിക്കുകയുള്ളൂ. അപ്പോൾ അവൻ താഴെയുള്ള വ്യക്തികളെ മുഴുവൻ അവൻ
ഒരു തരം താണ വ്യക്തികളായിട്ടും മോശക്കാരായിട്ടും അവൻ്റെ അടിമകളായിട്ടും അവൻ കണക്കാക്കാൻ തുടങ്ങും. ഇങ്ങനെ അടിമ ഉടമ സമ്പ്രദായം ആണ് ലോകത്താകെയുള്ള എല്ലാ ഇസങ്ങളിലേക്കും ജനങ്ങളെ നയിക്കപ്പെട്ടിട്ടുള്ളത്. സോഷ്യലിസം ആയാലും കമ്മ്യൂണിസം ആയാലും തൊഴിലാളിത്ത മുതലാളിത്തം അടിമ ഉടമ സാമ്പ്രദായികമായിട്ടുള്ള എല്ലാ പാശ്ചാത്യ രീതികളും ഇതിലൊതുങ്ങി ഈ അബോധത്തിൽ ഒതുങ്ങി ജീവിക്കുന്നതിന് ആളുകളെ പ്രേരിപ്പിക്കുന്നതാണ്. അതിലൂടെ മാത്രം ജീവിച്ചാൽ മതി എന്ന് നിഷ്കർഷിക്കുന്നതാണ് ഓരോ സാമൂഹ്യ പശ്ചാത്തലവും ഓരോ ജീവിത രീതികളും അതുമായി ബന്ധപ്പെട്ടു നിൽക്കുന്ന ഓരോ വ്യക്തികളും. പക്ഷേ ഇതിൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഓരോ മൃഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരതിൽ തൃപ്തരാണ്. കാരണം അവരുടെ ലൈംഗിക വാസനയെ പ്രധാനമായിട്ട് അവരുടെ ലൈംഗിക വാസനയെ നിയന്ത്രിക്കുന്നത് മൃഗങ്ങളല്ല എന്നുള്ളതാണ് വാസ്തവം. അത് പ്രകൃതിയുടെ നിയന്ത്രണത്തിലാണ്. അതായത് ഒരു പ്രജനനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഫിമെയിൽ മൃഗം അതൊരു നിശ്ചിത പീരീഡിൽ പുറപ്പെടുവിക്കുന്ന ചില ഹോർമോണുകളുടെ സ്വാധീനത്താൽ പെട്ട് മാത്രമേ ആ മെയിൽ ഹോർമോണുകൾക്ക് ഉത്തേജനം ലഭിക്കുകയുള്ളൂ. അല്ലാത്ത ഒരു സമയത്തും ഇവർ ഇതേക്കുറിച്ച് അവബോധം ഇല്ലാത്തവരാണ്. അതുകൊണ്ട് അവർ അവിടെ തൃപ്തരാണ്. പ്രജനനത്തിന് വേണ്ടി മാത്രമാണ് അവർ ഇതിൽ ഏർപ്പെടുന്നത്. മറിച്ച് മനുഷ്യന് മാത്രം ഇതിൻ്റെ യന്ത്രം അതല്ലെങ്കിൽ ഇതിൻ്റെ നിയന്ത്രണം അവൻ്റെ കയ്യിലാണ്. കാരണം ഭാരതം ഓൺലി അത് തിരിച്ചറിഞ്ഞിട്ടുള്ളൂ. അത്തരം മനുഷ്യർക്ക് ഈ ലെവൽ കടന്ന് മേലോട്ട് വരാൻ സാധിക്കും എന്ന് ആകെ കണ്ടെത്തിയിട്ടുള്ള ലോകത്താകെയുള്ള വ്യത്യസ്തമായിട്ടുള്ള ഒരു ദർശനമാണ് ഭാരതീയ ദർശനം. അത് ഇവിടെ ലിമിറ്റഡ് ആയിട്ടുള്ള ഹാപ്പിനെസ് നൽകുമ്പോൾ അൺലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ഹാപ്പിനെസ്സിലേക്ക് ഒരു വ്യക്തിയെ ഉണർത്തുവാൻ പോകുന്നതും ഇത്തരത്തിലുള്ള ഈഗോ കോംപ്ലക്സുകൾ ഗിൽറ്റിനെസ് പാപബോധത്തിൽ നിന്നും മോചനം കൊടുക്കുന്നതുമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത്രയും നിശ്ചിത അകത്ത് ജീവിക്കുന്ന വ്യക്തികൾക്ക് എല്ലാ വ്യക്തികളും ഓരോ നിമിഷവും അവൻ്റെ ഓരോ ക്രിയകളിലൂടെയും ഓരോ പ്രവൃത്തികളിലൂടെയും അവൻ അതിൽ നിന്നൊരു മോചനം ആഗ്രഹിച്ചുകൊണ്ടാണ് ഓരോ വ്യക്തികളും ഓരോ സമയവും നടന്നു നിൽക്കുന്നത്. കാരണം എല്ലാ മൃഗങ്ങളുടെയും സ്പൈൻ ഇങ്ങനെ ഹൊറിസോണ്ടലായിട്ടാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. ഏക മനുഷ്യനായിട്ടുള്ള മനുഷ്യൻ്റെ മാത്രം സ്പൈൻ മേപ്പോട്ടാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. അതാണ് അതിൻ്റെ മൂലകാരണം. കാരണം മനുഷ്യൻ അവൻ്റെ സ്പൈൻ മുകളിലേക്ക് ഉണർത്തുമ്പോൾ അവന് കൂടുതൽ അറിവും ജിജ്ഞാസയും വെളിച്ചമൊക്കെ കിട്ടുന്നതിന് അത് കാരണമാകുന്നു. അപ്പോൾ വെളിച്ചത്തിൻ്റെ ശക്തി നമ്മൾ ഉണർത്തി നമ്മൾ കൂടുതൽ അറിവിലേക്ക് ഉണരുമ്പോൾ നമ്മൾക്ക് അവിടെ കിട്ടുന്നത് നിയന്ത്രിക്കാനാവാത്ത അത്രയും ഹാപ്പിനെസ്സാണ്. ഇവിടെയാണ് മനുഷ്യൻ തൃപ്തികരമായി ജീവിക്കാൻ സാധിക്കുന്നത്. അവൻ്റെ എനർജി ലെവല് കുറച്ചും കൂടി ഉണർത്തുമ്പോൾ അവൻ കൂടുതൽ സന്തോഷവാനായി കാണപ്പെടുന്നു. ഈ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം നമ്മൾ യോഗയെ പ്രാക്ടീസ് ചെയ്യുന്നതിനും എക്സസൈസ് ചെയ്യുന്നതിനും എല്ലാ പ്രവൃത്തികളിൽ ഏർപ്പെടുന്നതിനും ഇത് തിരിച്ചറിയുക തന്നെ വേണം. അല്ലെങ്കിൽ നമ്മൾ ഇവിടെ കിടന്ന് നമ്മളെ ഓരോ വ്യക്തികളും യഥാസമയവും ചൂഷണത്തിന് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള തിരിച്ചറിവെങ്കിലും നമ്മൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. നന്ദി, നമസ്കാരം.